ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് മാർവലിന്റെ ഈ വർഷത്തെ ഒരേ ഒരു സിനിമയായിട്ടുള്ള ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. സോ മാർവൽ ജീസസ് എന്ന് പറയുന്ന പേരൊക്കെ ഇതിനോടകം തന്നെ ഭയങ്കര ഹിറ്റായി കഴിഞ്ഞു. ഈ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ ഒരു മാർവൽ ഫാൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചു ഒരു അത്യാവശ്യം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയെന്ന് തന്നെയുള്ളതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എൻഡ് ഗെയിമിലും അതുപോലെ തന്നെ നോവേ ഹോമിലായിരുന്നു. അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള കുറെ ഗുണ്ട് പടങ്ങളുണ്ട്. അതിനിടയ്ക്ക് ചില ആവറേജ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ള പടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് എനിക്ക് ഈ ഒരു സിനിമയാണ് തോന്നിയിട്ടുള്ളത്. ഈ ഒരു സിനിമയ്ക്കകത്ത് ഒരുപാട് റെഫറൻസ് ഒരു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല കുറേ ക്യാമിയോ റോൾസ് ഉണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. ജോണിയുടെ ക്യാരക്ടറൊക്കെ കിടലിനായിരുന്നു, അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസ്, മാർവലിൽ തന്നെ R-rated ആയിട്ടുള്ള ആദ്യത്തെ പടമാണ് ഈ ഒരു സിനിമ. ഡെഡ്പൂൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ആ ഒരു സിനിമ എങ്ങനെയാണ് എന്നുള്ളത്. ആ ഒരു പടത്തിന്റെ ഒരു അൾട്രാ വേർഷൻ, ആ ഒരു പടങ്ങളുടെ ഒരു അൾട്രാ വേർഷൻ തന്നെ ഈ ഒരു സിനിമയെ പറയാം. കാരണം ഡെഡ്പൂളിന്റെ ഒപ്പം മാരകമായിട്ടുള്ള വോൾവറിനും കൂടി ചേരുമ്പോൾ ആക്ച്വലി ഫൺ റൈഡാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. പ്ലസ് നല്ലൊരു ആക്ഷനും ഗംഭീരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഡെഡ്പൂൾ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന്റെ കോമഡി ടൈമിങ്ങുകൾ എല്ലാം ഗംഭീരമായിരുന്നു. ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡെഡ്പൂളിനും കൊടുത്തിട്ടുണ്ട്, വോൾവറിനും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ വോൾവറിന്റെ ഈ ഒരു സംഭവങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്മാൻ ഒക്കെ കാണുന്നത് നല്ലതായിരിക്കും. ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള ലോഗൻ കാണണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നത്തെ പടങ്ങൾ കാണണം. അപ്പോൾ എക്സ്മെനെ കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ നല്ല രീതിയിൽ കണക്ട് ആകും. അതുപോലെ തന്നെ ഫോക്സിന്റെ ഒരുപാട് റെഫറൻസ് ഈ ഒരു സിനിമയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്നീനെ തൂക്കുന്ന കുറേ സാധനങ്ങൾ ഇതിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് കുറേ റെഫറൻസുകൾ ഈ ഒരു പടത്തിനകത്ത് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എസ്പെഷ്യലി കാറിൻ്റെ ഉള്ളൊരു ഫൈറ്റ് സീക്വൻസ് എല്ലാം ഗംഭീര സാധനം. ഒരു R-rated എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വയലൻസ് ആണ് ഈ ഒരു സിനിമയ്ക്കകത്ത്. സ്റ്റോറി ലൈൻ എന്നെ സംബന്ധിച്ച് വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലൊരു പിടി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള ലോക്കി എന്ന് പറയുന്ന സീരീസ്, ആ ഒരു സാധനമൊക്കെ കാണണം. എന്താണ് ടൈം ലൈന് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. കഥ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷെ അതിന്റെ മേക്കിംഗ് ഉണ്ടല്ലോ, ഇത്രയും ഈ എൻഡ് ഗെയിമിന് ശേഷം ഇറങ്ങിയിട്ടുള്ള മാർവൽ സിനിമകളൊക്കെ ഒരു കൂറ മേക്കിംഗ് ഒക്കെ ആയിരുന്നു. VFX ആണെങ്കിലും എന്ത് തേങ്ങയാണെങ്കിലും ഒരു കൂറത്തരം ഫീൽ ചെയ്തിരുന്നു. ഈ ഒരു സിനിമയ്ക്കകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിലൊരു വോയിഡ് എന്ന് പറയുന്ന ഒരു സ്ഥലം കാണിക്കുന്നത് മാത്രമാണ് കുറച്ചൊരു സുഖമില്ലായ്മ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതർവൈസ് സാധനം പൊളി സാധനങ്ങളാണ്. ഈ ക്ലൈമാക്സ് പോർഷനിൽ വോൾവറിനൊരു വരവ് വരുന്നുണ്ട്. വോൾവറിനെയും ഡെഡ്പൂളിനെയും കാണിക്കുന്ന സീക്വൻസുകൾ എൻ്റെ മോനെ മാരക സാധനമായിരുന്നു. മാരക സ്ക്രീൻ പ്രസൻസ് ആണ് രണ്ട് ക്യാരക്ടറിനും. എൻ്റെ ഒരു രക്ഷയില്ല. പക്ഷെ സിമ്പിളാക്കി കളഞ്ഞു എന്ന് തോന്നി ലാസ്റ്റൊക്കെ. പിന്നെ ടൈലൻഡ് ഞാൻ വലിയ ഗംഭീര സാധനമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പ്രതീക്ഷിച്ചു. ടൈലൻഡ് ഒന്നും വലിയ ഗംഭീരമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫണ്ണി സീന് മാത്രമായിട്ട് അവർ ഒതുക്കി. സോ എന്തായാലും ഈ ഒരു സിനിമയെ കുറിച്ച് ഞാൻ അധികം ഒന്നും പറയുന്നൊന്നുമില്ല. പക്ഷെ ഈ ഒരു സിനിമ മാർവൽ ഫാൻസ് എന്തായാലും തീർച്ചയായും കാണുമെന്ന് എനിക്കറിയാം. ഇനിയിപ്പോൾ അഥവാ ഡെഡ്പൂൾ ഫാൻസ് അല്ലെങ്കിൽ വോൾവറിൻ ഫാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്ത് ചിരിച്ചർമാദിച്ച് കാണാനുള്ള ഒരു നല്ലൊരു ഫൺ റൈഡ് പ്ലസ് ആക്ഷൻ മൂവി, അതാണ് ഈ ഒരു ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നല്ലൊരു തിയേറ്റർ തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കുക. കാരണം അത്രയ്ക്കധികം നല്ല വിഷ്വൽസും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും അറ്റ്മോസൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.